ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ റിമൂവൽ മെത്തേഡാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു മെത്തേഡാണ്. ഞാൻ എൻ്റെ കാലിലെ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യാറ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഹെയർ റിമൂവൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മെത്തേഡ്സൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ഹെയർ നമ്മൾ അണ്ടർ ആംസിലെ ആണെങ്കിലും കയ്യിലെ ആണെങ്കിലും കാലിലെ ആണെങ്കിലും അപ്പർ ലിപ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് വാക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, വാക്സ് ആയിരിക്കും നമ്മുടെ ഹെയർ പൂർണ്ണമായിട്ടും നമ്മുടെ വാക്സിനാണ് കളയാൻ പറ്റും. പിന്നെ നമ്മൾ ഷേവൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും വാക്സാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഗ്രോത്ത് കുറയ്ക്കുകയും നമ്മുടെ വാക്സാണ്. അപ്പം ഞാൻ മാക്സിമം വാക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാലിലും കയ്യിലൊക്കെ മാക്സിമം വാക്സിൻ്റെ സ്ട്രിപ്പാണ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇന്നെങ്ങനെയാണ് നമ്മുടെ എൻ്റെ കാലിലെ ഹെയർസൊക്കെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഷോപ്പുകളിലൊക്കെ ഈ സ്ട്രിപ്സ്, വാക്സിൻ്റെ സ്ട്രിപ്സ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ വീറ്റിൻ്റെ സ്ട്രിപ്സാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു 8 സ്ട്രിപ്സാണ് ഉണ്ടാവുക. പിന്നെ കൂടാതെ നമ്മൾ വാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു വൈപ്സും കൂടെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രിപ്സ്. അപ്പം നമുക്ക് നോക്കാം അല്ലേ വാക്സ് ചെയ്യാൻ. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രിപ്സ്. ഈ സ്ട്രിപ്സ് നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. 2 യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് 2 പാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ശേഷം എൻ്റെ ഈ ഹെയർ ഫുള്ള് വളർച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് താഴത്തേക്കാണ്. അപ്പം നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരാളുണ്ടെങ്കിൽ പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരാളെ കൊണ്ട് പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. ശേഷം ഇത് ജസ്റ്റ് പിടിക്കുക. ചെറിയൊരു പെയിൻ ഉണ്ടാവും, വലിച്ചെടുക്കുക. പോയില്ലേ? നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വൈപ്സ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വെച്ചിട്ട് പതുക്കെ ഒന്ന് നമ്മൾ ചെയ്ത് കളഞ്ഞാൽ മതി. പതുക്കെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാനൊന്ന് ശ്രദ്ധിക്കണം. നല്ല സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നന്നായിട്ട് സ്കിന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്തതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും ജെല്ലില്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ എന്തായാലും മസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഐസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങോട്ടാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അയക്കണം ഇത് പിടിച്ച് വലിക്കേണ്ടത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.